നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകിച്ച് മദ്രസ 5ാം ക്ലാസ്സിലൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ 2 സൂറത്ത്, ഹിഫ്ളിൻ്റെ ഭാഗവും കൂടിയായ സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ബലദ്, ഈ 2 സൂറത്ത് നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടി പഠിക്കാം. നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്തെങ്കിലും പിഴവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നമുക്ക് നല്ല മനോഹരമായിട്ട് പാരായണം ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായവ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായി ക്ലാസ്സുകളൊക്കെ, പ്രത്യേകിച്ച് ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആവശ്യക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر. കാണുന്നവരൊക്കെ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണുക, അപ്പോൾ അത് മുഴുവനായിട്ടും കാണുള്ളൂ. والفجر وليال عشر. عشي എന്നല്ല, عشر. والشفع والوتر. والشفع والوتر. والليل إذا يسر. هل في ذلك قسم لذي حجر. ഹിജർ എന്നല്ല, ഹിജിർ. റായിന് സുക്കൂൻ, പിന്നെ നിർത്തിയപ്പോൾ റായിന് സുക്കൂന, ഹിജിരിൻ എന്നാണുള്ളത്. അവിടെ നിർത്തുമ്പം അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനോ, പിന്നെ തൻവീൻ ഫത്തുഹോ, അതുപോലെ തന്നെ ഹാത്താവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവസാനം സുക്കൂൻ ചെയ്യണം, അല്ലേ? അപ്പോൾ അവിടെ ഹിജിരിൻ എന്നുള്ളിടത്ത് ഹിജിർ, റായിന് പിന്നെ ഹിജിർ, റായിന് സുക്കൂന്, മുമ്പ് സുക്കൂന്, അതിൻ്റെ മുമ്പത്തെ അക്ഷരത്തിന് കസർ വരുമ്പോൾ തർഖീഖ് ചെയ്യലാണ് നല്ലത്. അപ്പോൾ അവിടെ ഹിജിർ. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജിർ. യസിർ എന്ന് പറഞ്ഞതുപോലെ ഹിജിർ എന്ന് പറയില്ല, ഹിജിർ. പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യുക, ആവർത്തിച്ച് തന്നെ നമ്മൾ അത് ശീലമാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് എന്ത് ചെയ്യുക, ആവർത്തിച്ച് ഇടയ്ക്കിടെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് എക്സാമൊക്കെ വരുന്നത്. അപ്പോൾ ആവർത്തിച്ച് പിന്നെ കേട്ടുകൊണ്ടിരിക്കുകയും ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. കാണാതെ പഠിക്കണം എന്ന ആഗ്രഹത്തിൽ പിന്നെ ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിച്ച് വിഷമിക്കണ്ട. ദിവസവും ഒന്ന് നമുക്ക് ഹിഫ്ള് എടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഓതി പരിചയമുള്ള സുഹൃത്തായത് കൊണ്ട് തന്നെ എടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓതി നോക്കുക. അപ്പോൾ യാസീനൊക്കെ ഓതാണെങ്കിൽ യാസീനെ മനഃപ്പാഠമാക്കാൻ തുടക്കം മുതൽ എന്ത് ചെയ്യുക, ഒരു പേജ് എന്നും ഓതുക, അല്ലെങ്കിൽ 2 പേജ്, അല്ലെങ്കിൽ മുഴുവനായിട്ടും ദിവസം ഓതുക. നോക്കിയിട്ട് ഇങ്ങനെ ഓതുക, അക്ഷരം തെറ്റുകളില്ലാതെ എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, കൃത്യമായി. അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്താൽ യാസീൻ സുഹൃത്ത് ഏതെങ്കിലും നമ്മളെ ചാനലിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നല്ല പിന്നെ കാര്യങ്ങളായ ഉസ്താദുമാരൊക്കെ എന്ത് ചെയ്യുക, ഓതുന്ന ആ ഒരു ഖിറാഅത്ത് കേട്ടുകൊണ്ട് ദിവസവും കേൾക്കുക. അങ്ങനെ ഒരു 10 ദിവസമെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പലതും മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ കഴിയും. നമ്മൾ മെനക്കെട്ട് അതിനു വേണ്ടി ഇരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഏതായാലും പിന്നെ ഇവിടെ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് التي لم يخلق مثلها في البلاد. التي لم يخلق مثلها في البلاد. ഫീൽ എന്ന് പറയുന്നത് ഫിൽ ബിലാദ്. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം വായന എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതായ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. وثمود الذين جابوا الصخر بالواد. وثمود الذين جابوا الصخر بالواد. وفرعون എന്ന് പറയുന്നത് وفرعون ذيل നോക്കരുത്,
ദി എന്നാണുള്ളത്, നീട്ടാനുണ്ട്. പക്ഷേ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന ശബ്ദ വന്നാൽ നീട്ടുകയില്ല എന്നുള്ളതാണ്. അപ്പം ദിൽ ഔതാദ് الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد റാഇന് സുക്കൂനാണ്, മുമ്പ് കസറാണ്. ഇങ്ങനെയുള്ള പദങ്ങളിൽ തർത്തീക്ക് മിർ എന്നാണ് പറയേണ്ടത്. പക്ഷേ ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാഇന്റെ അക്ഷരമായതുകൊണ്ട് ഖാ സ്വാദ് ളാദ് ളൈന് ഖാ ഖാഫ് ലാ ഈ അക്ഷരങ്ങൾ വന്നാൽ അവിടെ മിർ എന്ന് പറയില്ല, മിർസാദ്. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن. فأمل ഈ ആയത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. فأما الإنسان إذا ما ابتلاه ربه فأكرمه ാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന്, സെൻട്രലിൽ നിന്ന്, കഴുത്തിൻ്റെ സെൻട്രലിൽ നിന്നാണ് വരേണ്ടത്. വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ നീട്ടാനുണ്ട്. റബ്ബി അക്രമൻ. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما മീമാണ് മണിക്കണം, ലാമ് മണിക്കരുത്. അക്ലല്ലമ്മ അവിടെ നീട്ടാനുണ്ട്. ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم അവിടെ മീം വരണം. يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي
وادخلي جنتي. ആവർത്തിച്ച് നോക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്തുൽ ബലദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا أقسم بهذا البلد لا أقسم بهذا البلد وأنت حل بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد أيحسب أن نون ഉച്ചരിക്കാൻ പാടില്ല. أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة എന്നുള്ളവിടൊക്കെ നിർത്തുമ്പോൾ സുക്കൂണുള്ള ഹായിട്ട് മാറും. فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഉപകരിക്കുമെങ്കിൽ കൂട്ടുകാരിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ അത് അയച്ചു കൊടുക്കുക. കഴിയുന്നവരൊക്കെ സ്റ്റാറ്റസ് വെക്കുക. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് നമ്മുടെ ഖത്മുൽ ഖുർആൻ്റെ തുടക്കം മുതൽ ഫാത്തിഹ മുതൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ സാധാരണക്കാർക്ക് തിരിയുന്ന, പ്രായമുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം.